everyone, welcome back to Stories of Adulya and this is Adulya Subramanian. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീഡിയോ ഒരു വ്ളോഗായിട്ട് വന്നേക്കാം കേട്ടോ. ഈ ഒരു വ്ളോഗ് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ജാനുവരിയിൽ എടുത്തു വെച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്കിത് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പം നമ്മുടെ ആദുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു വോയിസ് ഇടുമ്പോൾ അവന് ഏകദേശം 1.5 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 6 മാസം എടുത്ത് എനിക്ക് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്ത് അത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ പോട്ടെ. അപ്പം ബർത്ത്ഡേ നാളെയാണ്. അതായത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ബർത്ത്ഡേ. തലേ ദിവസത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടോ. ഞാൻ കിടന്നുറങ്ങായിരുന്നു. അവിടുന്ന് മോളിസ് എന്നെ പിടിച്ചെണീപ്പിച്ച് വന്നതാണ്. നമ്മുടെ ഡെക്കറേഷൻ്റെ ആൾക്കാരൊക്കെ എത്തിയിരുന്നു. അപ്പം എങ്ങനെയാണ് നമ്മൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അവളുടെ ഏട്ടൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സൻതാട്ടൻ നമുക്കാണ് കംപ്ലീറ്റ് പ്ലാനും തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഒരു നൈറ്റ് ഫംഗ്ഷൻ പോലെ ആയിട്ടോ പ്ലാൻ ചെയ്ത്. കാരണം നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും മോർണിംഗ് ആണ് ഫങ്ഷൻസൊക്കെ നടക്കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. അപ്പോൾ ഇവന് നാളെ അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഇവന് 1 വയസ്സാകും. ഓക്കെ, അതിൻ്റെ ഒരു ഇതും അവനില്ല. കാരണം അവന് ഫുൾ എൻജോയ് ആണ്. ആൾക്കാരെയും കസേരകളും സ്റ്റേജും എല്ലാം കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നേരത്തെ ഏട്ടന്മാർ പുളി പറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ പുളി പറിച്ചു. ആ പുളി അവർ ഒരു 100 കിലോ എക്സ്പ്രഷൻ ഇട്ടിട്ട് കഴിച്ചപ്പോൾ ഇവനിത് ഒറ്റ ഫീലും ഇല്ലാണ്ട് ആ ഒരു പുളി കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ബർത്ത്ഡേ പോയി. എനിവേ അതൊക്കെ പോട്ടെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിൽ ഇതുവരെ ഒരു മോർണിംഗ് ഫങ്ഷൻസ് അല്ലാണ്ട് നൈറ്റ് ഫങ്ഷൻസ് ഒന്നും അങ്ങനെ വെഡ്ഡിങ് അല്ലാണ്ട് നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ന് നമുക്ക് ഈ ഒരു ബർത്ത്ഡേ നൈറ്റ് ആക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വാം ലൈറ്റ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ അത് പള്ളിപ്പെരുന്നാളിന് കത്തും പോലെ മിന്നി കത്തുന്ന പല വർണ്ണശബളമായിട്ടുള്ള ലൈറ്റുകളായിരുന്നു. അത് പിന്നെ നമ്മൾ അവരോട് വിളിച്ച് പറഞ്ഞ് അത് അവർ വന്നിട്ട് മാറ്റി തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേൻ്റെ അന്ന് മോർണിംഗ് ആണ് പോയിട്ട് നമുക്ക് ഡെക്കറേഷൻസിനുള്ള സാധനങ്ങൾ, കാരണം സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ബലൂൺസും കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാനും മോളൂസും കൂടെ പോയിട്ട് പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പം ഏട്ടൻ്റെയും ചേച്ചിയുടെയും വാവയുടെയൊക്കെ ഒരു തീം ഒരു യെല്ലോ അല്ല, ഒരു ഓഫ് വൈറ്റ്, അതിലേക്ക് ഒരു ഗ്രീൻ തീം ആട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റപ്പിൽ ആ ഒരു ഷെയ്ഡിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിന് ഈ ഒരു വിധം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം കേട്ടോ. ഇത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കൊളാബ് കിട്ടിയതായിരുന്നു. അപ്പം നൈറ്റ് നമ്മുടെ ലൈറ്റ്സും അതുപോലെ നമ്മുടെ ഡെക്കറേഷൻസും ഒക്കെ വന്നപ്പോൾ നമ്മുടെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ആ ഒരു നൈറ്റ്. ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വീണ്ടും റീയൂണിയൻ ചെയ്യാൻ പറ്റി, എല്ലാവരും കാണാൻ പറ്റി. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്ന് കറണ്ട് പോയെങ്കിലും നമ്മളതിനെ ജനറേറ്റർ വെച്ചും അതിനെ പിടിച്ചു നിർത്തിയപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ. എനിവേ അപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് ക്യൂട്ട് പിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, കാരണം അവൻ മോർണിംഗ് അതുമല്ല തലേ ദിവസമേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്നായപ്പോഴേക്കും ആളാകെ ക്ഷീണിച്ചു. അപ്പം നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. കേക്ക് നമ്മുടെ അരീക്കോടുള്ള ജസ്റ്റ് കേക്ക് എന്നാട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ ആ ഒരു ഡ്രസ് തീമും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേജിൻ്റെ ആ ഒരു ഡെക്കോറൊക്കെ വെച്ചിട്ടുള്ള ഒരു തീമിലാട്ടോ ഡ്രസ്സും. പിന്നെ അവന് ഈ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു തീമിലാണ് കേക്ക് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഏട്ടന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ കുട്ടികൾ പുറത്തേക്ക് ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഒരു ബ്ലാക്ക് തീം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നു എന്ന് ഞങ്ങൾ പിന്നെ ഓർത്തിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മുടെ കൊച്ചുവേട്ടൻ തന്നെയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്യാമറ. അപ്പം ഏട്ടൻ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ക്യൂട്ട് പിക്സ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതാണ് മോളൂസിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ മോളൂസ്. ഓക്കെ, അപ്പം അങ്ങനെ അവരുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുത്തു. ചേച്ചിയുടെ അനിയത്തിയും കൂടെ വരാനുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കേക്ക് കട്ടിങ് കുറച്ചൊന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും അവൻ ഇവിടെ കേക്കൊക്കെ കഴിച്ച് ആൾ ഓൾറെഡി കപ്പ് കേക്കൊക്കെ കഴിച്ച് ആകെ മത്തായിട്ടോ കേക്ക് കട്ട് ചെയ്യാനായപ്പോഴേക്കും. പിന്നെ അപ്പോഴേക്കും ആൾക്ക് കരച്ചിലും അവനാകെ മൈൻഡ് ഔട്ടായി പോയി. ഇപ്പം തന്നെ കുറച്ച് കരഞ്ഞിട്ടാണ് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ നമുക്ക് നല്ല കുറേ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കഴിക്കുന്നതിൻ്റെയൊക്കെ പിക്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി തുടങ്ങി. അപ്പം നിങ്ങൾ അതിൻ്റെ പോർഷനൊക്കെ കണ്ടിട്ട് വരൂ കേട്ടോ.
ഫോട്ടോഷൂട്ടൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് ഫുഡ് കഴിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. അപ്പം ചിലർക്കൊക്കെ പെട്ടെന്ന് പോകേണ്ടവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ വിളമ്പി നമ്മൾ ഈ ഒരു ഓപ്പൺ റിസപ്ഷൻ പോലെ ആദ്യം പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ജാനുവരിയിലൊക്കെ നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പന്തലും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ആകെ ഒന്ന് വിങ്ങിക്കൂടും. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ, അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത് ഈ ഒരു മാമ്പലേറ്റിൽ ഇങ്ങനെ ഒരു പന്തൽ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു ഭാഗത്തെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്യൂട്ട് പിക്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റേജ് അതിൽ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കും വെച്ചിട്ട് ഫോട്ടോസ് എടുക്കായിരുന്നു. നല്ലൊരു കേക്കായിരുന്നു. പക്ഷെ അവനത് കൈയിട്ട് വാരി ആകെ കൊളാക്കിയിട്ടോ. പക്ഷെ എന്നാലും പിറ്റേന്ന് ഞങ്ങളത് കഴിച്ചു. അപ്പം അവനാണെങ്കിൽ ആദ്യമേ തൊട്ടേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോയിൽ അത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കൊച്ചുവേട്ടനാണ് അവൻ്റെ കൈ പിടിച്ച് ആ കേക്കിൽ ഇങ്ങോട്ട് അമർത്തി കൊടുത്തത്. അതോട് കൂടിയിട്ട് പിന്നെ അത് അടിപൊളിയായിട്ട് അവനത് അതേപോലെ ഉച്ചക്കൊപ്പിയാക്കി ദൈവം ഒരു പരുവത്തിലാക്കി വെച്ചു കിട്ടാം. അപ്പോഴേക്കും അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊക്കെ പോയി നേരെ ഫുഡ് കഴിച്ചു. പിന്നെ ഫോട്ടോസൊക്കെ കോപ്പി ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കോപ്പി ചെയ്തു. അപ്പം ഇനി ഇത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏട്ടന്മാരും കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ബലൂൺസൊക്കെ പൊട്ടിച്ചു കലാശക്കൊട്ടെന്ന് പറഞ്ഞിട്ട് അത് മൊത്തം പൊട്ടിച്ചെടുത്തു കിട്ടും. ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് കാണും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് അവന് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ കേട്ടോ. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. Pack up. Yes, pack up.